ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാഫല പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. വളരെ കുറഞ്ഞ ചേരുവ വെച്ച് തന്നെ നമുക്ക് ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം. അതേപോലെ പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. ഇത് ഉണ്ടാക്കാൻ നമുക്കൊരു 10 മിനിറ്റൊക്കെ മതി. അതിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ മുമ്പേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് വെക്കുന്ന ബോൾസ് ആദ്യം തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ചെറിയൊരു ബോൾസ് ആക്കിയെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു ബദാമും കൂടെ വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മളെ ബോൾസ് മൊത്തം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബോൾസൊക്കെ ഒന്നും കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ. മുഴുവൻ ബോൾസ് ഈ രീതിക്കൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബോൾസ് വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഇതേ രീതിക്കൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 250 ml പാലാണ് എടുത്തത്. അപ്പോൾ അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാത്ത രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയാൽ നമുക്കിതൊന്ന് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്തെടുക്കേണ്ടത്. ഞാൻ ഇതേപോലുള്ള ഒരു ടിന്നിൻ്റെ പകുതി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ഈ പുഡിങ്ങിന്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം തന്നെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡും അതേപോലെ തന്നെ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് പാലിൽ മിക്സായി വരണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റവിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഈ മധുരത്തിന് ആവശ്യമായിട്ട് 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിങ് ആകുമ്പോൾ അത്യാവശ്യം ഒരു മധുരം വേണം. അതിനാണ് 2 ടീസ്പൂണും കൂടെ പഞ്ചസാര ചേർത്തെടുത്തത്. മധുരം അധികം ആവശ്യമില്ലെങ്കിൽ ആ മിൽക്ക് മെയ്ഡ് തന്നെ മതി. പഞ്ചസാര വേറെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പം നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് 50 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെക്കാതെ ഇളക്കണം. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിക്കായി വന്നിട്ട് അടി പിടിക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ വെക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. നല്ല ടൈറ്റായിട്ട് വരും. ഈ ഒരു പരുവത്തിലായാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു പരുവം. ഇനി നമ്മൾ ഇത് ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടൊന്നും തണിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ട് തന്നെയാണ് ഇത് ലെവൽ ചെയ്യുന്നത്. എല്ലാ സൈഡും നല്ല രീതിക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസൊക്കെ ഒന്ന് നടുക്ക് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ബദാമും കൂടെ ചെറിയ രീതിക്കൊന്ന് മുറിച്ചിട്ട് ഇതേപോലെ എല്ലാ 4 സൈഡിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക്
നമുക്ക് ഇതൊന്ന് ചൂട് തണിയാനായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ ചൂട് തണി. എന്നിട്ട് വേണം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. ചൂടോടുകൂടി ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് തണിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പുഡിങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ അധികം ചേരുവകളൊന്നും നമുക്കിതിനായിട്ട് ആവശ്യമില്ല. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെയും ബായ്.